പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു താങ്ങാനാകാത്ത ഒരു വിഷമം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു. അതായത് പ്രതീക്ഷിക്കാത്ത നേരത്ത് എന്താ പറയുക, ഒരു നല്ലൊരു പണി കിട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല, ജീവിതത്തിലേക്ക് തിരിച്ച് കടക്കാൻ പറ്റുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഓക്കെ, ഇതിൽ 3 പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്, എങ്ങനെ നമുക്ക് നമ്മളുടെ ലൈഫ് റീബിൽഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ. ഫസ്റ്റ് എന്ന് പറയുന്നത് പുതിയ ശീലങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. പുതിയ ശീലങ്ങൾ നിസ്സാരമായ, വളരെ ചെറിയതാണെങ്കിലും പുതിയ ഹാബിറ്റ് ഫോം ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ. അതായത് മോർണിംഗ് നമുക്ക് ജേർണലിംഗ് ചെയ്യാം, ഈവനിങ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം. ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഒരു ഹാബിറ്റായിട്ട് നിങ്ങൾക്ക് പുതിയ ശീലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. നടക്കാൻ പോകാം, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഹാബിറ്റ് ഫോം ചെയ്യുക. നമ്മുടെ ലൈഫിൽ ഇതുവരെ ചെയ്യാത്ത ഒരു ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിരിക്കുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കി വെക്കുക. നമ്മളുടെ മനസ്സ്, നമ്മളിരിക്കുന്ന സ്ഥലം ഒട്ടും വൃത്തിയില്ല എങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡും ആക്ച്വലി അങ്ങനെ തന്നെയാണ് ആകുന്നത്. നമുക്ക് ഒന്നിലും ഫോക്കസ് കിട്ടുമോ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡീക്ലട്ടർ ചെയ്യുക, മൈൻഡ് ഡീക്ലട്ടർ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ സ്പേസ് നമ്മൾ ഡീക്ലട്ടർ ചെയ്യുക. നമ്മൾ ഇരിക്കുന്ന ടേബിൾ ആവട്ടെ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബെഡ് മേക്ക് ചെയ്യുന്നിടം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് പല ആൾക്കാരും എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങ് വരും, അതൊന്നും മടക്കി വെക്കുക പോലും ഇല്ല. അത് നമ്മൾ മടക്കി വെക്കുക, ഒന്ന് നീറ്റാക്കി വെക്കുക ബെഡ്. അന്നത്തെ ദിവസം തന്നെ നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇരിക്കുന്ന സ്ഥലമെല്ലാം ഒന്ന് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി എല്ലാം ഒന്ന് അടുക്കി വെക്കുക. വാരി വലിച്ചിടാതെ അടുക്കി വെക്കുക. ഈവൻ കിച്ചണിലാണെങ്കിൽ പോലും നമ്മളെല്ലാം അടുക്കി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിനൊരു ആശ്വാസം തോന്നത്തില്ല. അതേപോലെ തന്നെ ഡീക്ലട്ടറിങ് മസ്റ്റാണ്. ഈവൻ നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മുടെ സറൗണ്ടിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സസ് ആയിക്കോട്ടെ, അതെല്ലാം ഒന്ന് മടക്കി അടുക്കി ഫോൾഡ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ, അതായത് ഡീക്ലട്ടർ ചെയ്യുക. ആവശ്യമില്ലാത്ത വേസ്റ്റ് ബോർഡ്, അത് ഇത് മറ്റേത് എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ച് എല്ലാം എടുത്ത് കളയുക. ആവശ്യമുള്ളത് മാത്രം വെക്കുക. സ്പേസ് വേണം, നമ്മുടെ ചുറ്റിനും സ്പേസ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് പഴയ ഓൾഡ് സ്റ്റോറീസ്. നമ്മുടെ ബ്രെയിന് ഭയങ്കര ഇഷ്ടമാണ് പഴയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ പണ്ട് നടന്ന കാര്യങ്ങളും പണ്ട് നടന്ന ആ സ്റ്റോറീസും എല്ലാം നമ്മളെ ബ്രെയിൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കും. അത് നമ്മൾ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ആ ഭാഗം, ആ ഒരു ചിന്തകൾ, ആ ഒരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്നൊന്ന് മാറണം. അതെങ്ങനെ മാറണമെന്ന് ചോദിച്ചാൽ ഞാൻ അത് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് പെട്ടെന്ന് മുഖം കഴുകുകയോ, ഡീപ്പ് ബ്രീത്തിങ് എടുത്ത് വിടുകയോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തോട്ടാണ് നമുക്ക് വരുന്നതെന്ന് മനസ്സിലായ ഉടനെ മാറണം. അവിടെ നിന്ന് അത് വീണ്ടും പഴയ ചാപ്റ്റേഴ്സ്, നമ്മൾ വിഷമിപ്പിക്കുന്ന ചാപ്റ്റേഴ്സ് വായിച്ച് വീണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ന്യൂ ചാപ്റ്റേഴ്സ് പുറത്തുണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ വാതിൽ തുറന്ന് കിടക്കുന്നത് നമ്മൾ കാണുന്നില്ല. സോ ആ പഴയ അടഞ്ഞു കിടക്കുന്ന വാതിൽ നോക്കി കരയല്ല വേണ്ടത്, പുതിയ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന ആ വാതിൽ നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് ഉണ്ടെന്നുള്ളത് തന്നെ മനസ്സിലായി. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പാലിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ് ടെക്നിക്സുകൾ, അതായത് മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഒന്ന് കാമാവും. മൈൻഡ് കാമാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ പറ്റും. വേറെ ഒന്നിനും, അതായത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഒരു കാര്യത്തിനായിക്കോട്ടെ, നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരായിക്കോട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്നവരായിക്കോട്ടെ, അവർക്ക് ആർക്കും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് വരെ നിങ്ങൾക്കത് വേണമെന്ന് സ്വയം ചിന്തിച്ച്, നിങ്ങൾക്കത് വേണം, എനിക്ക് തിരികെ വന്നേ പറ്റുള്ളൂ എന്ന് സ്വയം തീരുമാനം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് തിരികെ വരാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഒരു മാറ്റം ഉണ്ടാകും. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.